ഹായ് ഓൾ, വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമുക്ക് നല്ലൊരു മട്ടൻ ബിരിയാണി ഉണ്ടാക്കാം. അതിനായിട്ട് 3/4 കിലോ മട്ടനിലേക്ക് ഉപ്പ്, ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 പച്ചമുളകും കൂടെ നല്ലപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം വെള്ളം ഒന്നും ഒഴിക്കാതെ ഒരു 3 വിസിൽ വരുന്നത് വരെ, അല്ലെങ്കിൽ ഒന്ന് മട്ടൻ കുക്കാവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. മട്ടൻ ഒരുപാട് വെന്തുടയരുത്. അപ്പോൾ അത് വെന്ത് വരുന്ന സമയം കൊണ്ട് ഞാനിപ്പോൾ അതൊരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 3/4 കിലോ മട്ടന് നമ്മൾ 3/4 കിലോ സബോളയാണ് യൂസ് ചെയ്യുന്നത്. അതിൽ നിന്ന് 2 സബോള തിന്നായി സ്ലൈസ് ചെയ്തിട്ട് ഈ ഓയിലിൽ ഇട്ടിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേ ഓയിലിൽ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ കുറച്ച് കിസ്മിസും ഇട്ട് കൊടുക്കാം. ഇതും കൂടെ ഓയിലിൽ നിന്ന് മാറ്റണം. ബാക്കിയുള്ള സവോള അരിഞ്ഞതും കൂടെ ഇതേ ഓയിലിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് കുക്കായി വരുന്ന സമയം കൊണ്ട് ഒരു 8-9 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 8 പച്ചമുളക്, നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് യൂസ് ചെയ്യാം. അതും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് അരയണ്ട, ഒന്ന് ചതഞ്ഞ് വന്നാൽ മതി. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. നല്ലപോലെ ആ പച്ചമണം മാറി വരണം. ഇനി ഇതിലേക്ക് ഈ ഒരു വലുപ്പത്തിലുള്ള തക്കാളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തക്കാളിയൊക്കെ നല്ല പോലെ ഒന്ന് മെൽറ്റായിട്ട് വരണം. അപ്പോൾ ഇതേ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. മല്ലിപ്പൊടിയുടെ അളവ് കൂടരുത്. മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ ഒട്ടും പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തൈരിൻ്റെ പുളിക്കനുസരിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മട്ടനും കൂടെ ഇട്ട് കൊടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മട്ടനും ആ മസാലയും എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് കിടന്ന് മിക്സായി വരണം. ഈ ഒരു സമയത്ത് ഒരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അത് കുക്കായി വരുന്ന സമയം കൊണ്ട് ഞാൻ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഏലക്കായും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2.5 കപ്പ് ജീരകശാല അരി കഴുകി വെള്ളം വാരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 2.5 കപ്പ് അരിയിലേക്ക് 5 കപ്പ് നല്ല ചൂടുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മട്ടൻ്റെ മസാല ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ഇതേ നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയുടെ പകുതി എടുത്തിട്ട് ഇതുപോലെ കൈ വെച്ച് നല്ല പോലെ ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു പിടി മല്ലിയിലും പുതിനയും അരിഞ്ഞതും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് കുറച്ച് സമയം ലോ ഫ്ലെയിമിൽ നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. കുറച്ച് സമയം എടുക്കും. എന്നിട്ട് കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ചും കൂടെ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തത് അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള റൈസും അതിൻ്റെ മേലെ കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്തതും മല്ലിയിലൊക്കെ ഇട്ടിട്ട് വളരെ ലോ ഫ്ലെയിമിൽ 5 മിനിറ്റും ദം ചെയ്തെടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.